ഹലോ ഗുഡ് മോർണിംഗ്. രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ മഴ തോരും മുമ്പേയിലെ കഥയൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കഥ വരുന്നത് അലീനയും ബാലചന്ദ്രനും കൂടെയുള്ള സംഭാഷണമാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയ്ക്ക് പറ്റിയൊരു ഒരു ഷെൽട്ടർ തന്നെയാണ് കണ്ടുവച്ചിരിക്കുന്നത്, കുളത്തുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് പറയും. അപ്പോൾ അച്ഛാ, അവിടെ ഞാൻ കേട്ടിടത്തോളം അവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യമില്ല, പിന്നെ ആവശ്യമില്ലാത്തടത്ത് എന്തിനാ അച്ഛാ കുത്തി കയറ്റുന്ന പോലെ കയറുന്നത് എന്ന് ചോദിക്കുക. എനിക്ക് വല്ല ഹോസ്പിറ്റലിലോ വല്ല വൈദ്യശാലകളിലോ സ്വീപ്പറുടെ പണിയാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അച്ഛാ. അതാവുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മളെ ആവശ്യമില്ലാത്തടത്ത് കയറി ചെല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പറയും. പക്ഷേ മോളെ, അത് കിട്ടുകയാണെങ്കിൽ നിനക്ക് നല്ലതാണ്, ഇതിൽ നല്ലൊരു ഷെൽട്ടർ നിനക്കിനി വേറെ കിട്ടാനില്ല എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ അത്രയും കോൺഫിഡൻ്റായി പറയുന്ന സമയത്ത് പിന്നെ അലീന പറയും, എന്തായാലും നീ നോക്കാം, അവർ വിളിച്ചിട്ട് നിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നെ ഇങ്ങോട്ട് വിളിക്കും, എന്നെ കോൺടാക്റ്റ് ചെയ്യും, ഞാൻ നമ്പർ കൊടുത്തിട്ടാണ് വന്നത്, ഇല്ലെങ്കിൽ പോട്ടെ, അപ്പോൾ നമുക്ക് വേറെ വലുതും നോക്കാമെന്ന് പറയാണ് ബാലേന്ദ്രൻ. അപ്പോൾ അലീന ശരിയെന്ന് പറയാണ്. അങ്ങനെ ചായക്കപ്പം കൊണ്ട് താഴത്തേക്ക് തന്നെ പോരുന്ന സമയത്ത് നമ്മളെ കൃഷ്ണയും ഭവിതയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. കാരണം അവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്, ഇത് എന്താവും, അലീന ഇവർ വിട്ടിട്ട് പോവുമോ എന്നൊക്കെയുള്ളൊരു വിഷമാണ് ആ കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ പറയും, ഒന്നും വിട്ട് പറഞ്ഞില്ല മോളെ, അച്ഛൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, എവിടെയോ എന്തോ ഒരു ഷെൽട്ടർ റെഡിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്കറിയില്ല, അച്ഛൻ പറയുന്ന പോലെ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ചേച്ചി, ഇതിനൊക്കെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ട്, എന്തിനാ പോകണം വയ്ക്കുമ്പോൾ, വേണ്ട മോളെ പോവാതെ പറ്റില്ല, അല്ലാതെ ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിലൊരു നീരസം, എന്തായാലും എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, അമ്മ ഇങ്ങോട്ട് വരണ്ടേ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അത് ശരിയാവില്ല മോളെ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും അത്രയും സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്താവുമല്ലോ എന്നെ കൊണ്ടാക്കുന്നത്, അത്രയും വിശ്വാസമുള്ളൊരു സ്ഥലത്താവില്ല എന്നെ കൊണ്ടാക്കുക, അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അപ്പോഴും അലീനയുടെ മറുപടി കേൾക്കുമ്പോൾ കുട്ടികൾക്ക് നിരാശയാണ്. അതിൽ ഒന്നും മിണ്ടാതെ കൃഷ്ണജിയും ഭവിതയും കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഭക്ഷണം എടുക്കുകയാണ്, കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളുടെ ആരാ പറയുക, ബാലേന്ദ്രൻ വരുന്നുണ്ട്, രോഹിത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ രോഹിത്ത് ഇങ്ങനെ ഗ്ലാസ്സുകളിലൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കൃഷ്ണയും അതുപോലെ ഭവിതയും കൂടെ ഫുഡുകളൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടെ അലീന എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പ്ലേറ്റിൻ്റെ മുന്നിൽ ഇരുന്നു, ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ പറയും, ചേച്ചി കുളിക്കുക അച്ഛാന്ന് പറയും. കുളിക്കുക എന്ന് ചോദിക്കുമ്പോൾ, കുളിക്കാൻ പോയിരിക്കുക, എപ്പോൾ വരും, കുളി കഴിഞ്ഞിട്ടുണ്ടാവും, മേക്കപ്പോ അവളും മേക്കപ്പ് ചെയ്യോ എന്ന് മേക്കപ്പ് പറഞ്ഞ ഒന്നുമില്ല അച്ഛാ, ഒരു കണ്ണ് എഴുതണം, ഒരു പൊട്ട് വയ്ക്കണം, അതാണ് ചേച്ചിയുടെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ, പണ്ടുള്ള സ്ത്രീകൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം, ഇപ്പോഴല്ലേ കണ്ണി കണ്ടതൊക്കെ വാരി തേക്കുന്നത്, ഇതിങ്ങനെ പറയാണ്ട് പുള്ളി കേട്ടോ. അപ്പോൾ പറയും, മോളെ സാമ്പാറുണ്ടോ വയ്ക്കും ഭവിതോട്. സാമ്പാറില്ല അച്ഛാ, മോര് കറിയാണെന്ന് പറയും. എന്നാൽ പിന്നെ അത് മതി, ഈ രാത്രിയാണോ അച്ഛാ സാമ്പാർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വിളമ്പി എടുക്കുമ്പോൾ അച്ഛാ, എന്തായി അലീന ചേച്ചീനെ ഇവിടുന്ന് മാറ്റാൻ തന്നെയാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ പോണ്ടേ, അവളല്ലേ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നിട്ട് സ്ഥലം കണ്ടു വെച്ചോ ചേച്ചിക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, അല്ല അത് അലീന പറഞ്ഞില്ലേ എന്ന് ചേച്ചി ഒന്നും വിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കുട്ടികൾ പരസ്പരം ചോദിക്കുന്നുണ്ട്, ഗോവർദ്ധന അങ്കിളിനോടൊന്ന് ചോദിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇല്ല കേട്ടോ. അപ്പോൾ പറയേ, അച്ഛൻ പറയേണ്ട ഗോവർദ്ധനങ്ങളിൽ ഒരു വാക്ക് പറയില്ല, കാരണം അത്രയും വിശ്വസ്തനാണ് അച്ഛൻ്റെ. അതും കൂടെ ഗോവർദ്ധനങ്ങളോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെയാണ് നേരെ അച്ഛനോട് തന്നെ ചോദിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ അറിയാം, അച്ഛാ എവിടെയാണ് സ്ഥലം കണ്ടുവച്ചത് ചേച്ചിയെ മാറ്റാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും കേട്ടോ. ഇല്ല അലീന ചേച്ചി ഒന്നും പറഞ്ഞില്ല, ചേച്ചിക്ക് അല്ലെങ്കിലും ഇവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറയും. അതിന് ഞാൻ നിർബന്ധിച്ച് വിടുന്നതല്ലല്ലോ, അവൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കല്ലേ, അവൾ പോയാൽ അമ്മ അങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ള ഇതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയും, ഇനി പോട്ടെ, അല്ലാണ്ട് അപ്പോൾ എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഇവർ 4 പേരും കൂടെ ചർച്ച, അതിലേക്ക് അലീന എത്തിയിട്ടില്ല. അപ്പോൾ പറയും, എന്താണ് ഇനിയിപ്പോൾ നമുക്ക്, പക്ഷേ ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മറക്കുമായിരിക്കുമല്ലോ, നല്ലൊരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി നമ്മളെ മറക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട്. അപ്പോൾ കൃഷ്ണമോൾ എടുത്ത് വഴിക്കറിയാം, അല്ലെങ്കിലും ചേച്ചിക്ക് നമ്മളെ ഓർക്കാൻ ഇവിടുന്ന് എന്തെങ്കിലും നല്ലത് കൊടുത്തിട്ടുണ്ടോ
നല്ല സംഭവങ്ങൾ എന്തെങ്കിലും ചേച്ചിക്ക് ഓർക്കാൻ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേച്ചിക്ക് ദ്രോഹമായിട്ടുള്ളതല്ലോ ഇവിടുന്ന് കിട്ടിയണത്. മനസ്സിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള ഇതാണല്ലോ ഇവിടുന്ന് സംഭവിച്ചത് മുഴുവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭവിത പറയും അത് എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. എല്ലാം ചേച്ചിയെ ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ എല്ലാവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും നമ്മൾക്ക് ഓർക്കാൻ നമ്മളെന്തെങ്കിലും നല്ലത് കൊടുത്താലേ ഉള്ളൂ നമ്മളെ ഓർക്കുക. അല്ലാണ്ട് ചേച്ചിക്ക് എന്താ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ട് വന്ന് നിന്ന കാലം മുതലേ അവരെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ, പിടിച്ച് പുറത്താക്കാനും ഒക്കെ എന്തൊരു ഇതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവരുടെ ഈ ചർച്ചയിലേക്കാണ് നമ്മുടെ അലീന കയറി വരുന്നത്. അപ്പോൾ അലീന പറയും എന്താണ് ഇവിടെ വലിയൊരു ചർച്ചയാണല്ലോ എന്ന് പറയും. അപ്പോൾ അല്ല ചേച്ചി ഇവിടുന്ന് പോവുകയാണെങ്കിൽ പോലും ഞങ്ങളെ ഓർക്കില്ലല്ലോ, കാരണം ചേച്ചിക്ക് നല്ലതായിട്ടുള്ള ഒരു ഓർമ്മകളും ഞങ്ങൾക്ക് ഇവിടുന്ന് തരാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും അത് ശരി തന്നെയാണ്, എനിക്ക് ഒരുപാട് മനസ്സിന് ഒരുപാട് മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള ഓരോ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങനെ നോക്കുക. കാരണം അലീനയുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ടോ, അതൊക്കെ മറന്നു പോയി എന്നാണ്. കാരണം അവരോടുള്ള സ്നേഹവും ഇതൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു അതൊക്കെ മറന്നിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അലീന മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, എല്ലാവരുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. എല്ലാവരും കൂടെ അലീന അപ്പോൾ പറയും പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയർ നീക്കിയിട്ട് രോഹിത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ മരുന്ന് തേക്കുന്ന പോലെയാണല്ലോ പിന്നെ നിങ്ങൾ എന്നെ സ്നേഹിച്ചത്, എന്നെ ലാളിച്ചത്, എന്നെ കൊണ്ടു നടന്നത്, അതിൻ്റെ മുകളിൽ മരുന്ന് തേക്കും പോലെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മറന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇവർ സ്നേഹമായിട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതാണ് കറക്റ്റ് എന്ന് പറയുകയാണ് നമ്മളെ ബാലചന്ദ്രൻ. അതാണ് ശരിക്ക്. അത് കാരണം മുറിവുകളൊക്കെ മാഞ്ഞു പോയി, അതൊക്കെ ഉണങ്ങി അതിൻ്റെ മുകളിൽ നല്ല മരുന്ന് പുരട്ടി, അതായത് സ്നേഹത്തിൻ്റെ മരുന്ന് പുരട്ടി, അത് ഈ മക്കളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ അവളുടെ ആ മുറിവിൻ്റെ ഒരു പാട് പോലും ഇല്ലാണ്ട് അത് കരിഞ്ഞു പോയി. അപ്പോൾ പിന്നുള്ളത് അതാണ്, അത് ഏറ്റവും സുഗന്ധമായൊരു ലേപനം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് അലീന പറയുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് അപ്പോൾ പറയും ഇത് എല്ലാവരും കൂടെ എന്നും ഇങ്ങനെയുള്ള ഒത്തൊരുമ ഇത് മുന്നേ ആവായിരുന്നു എന്ന് ബാലേന്ദ്രൻ അലീന വരുന്നതിന് മുന്നേ കുട്ടികളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒത്തൊരുമയും സ്നേഹം മുന്നേ ആവായിരുന്നു, അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ വേണ്ടി വന്നു ഇത് നിങ്ങളിങ്ങനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഇതറിയും അതിനച്ഛാ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങളിതൊന്നും പഠിപ്പിച്ചിട്ടില്ല. സ്നേഹത്തോടു കൂടി ഇരിക്കാനും പരസ്പരം വഴക്കിടുക, ഓരോന്നിനു വേണ്ടി വാശി പിടിക്കുക, അത് കിട്ടണവരെ സമരം ചെയ്യുക, ഇതൊക്കെയാണ് അവർ കണ്ടിട്ടുള്ളത്. കാരണം അമ്മയുടെ സ്വഭാവമാണ് അവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ സ്നേഹവും പരിചരണവും ഇതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടിയത് അലീന വീട്ടിൽ വന്നതിന് ശേഷമാണ് ആ ഒരു സ്നേഹമൊക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് അവർ ആ ഇത് മുഴുവൻ അറിയുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും പറയും എന്തായാലും എല്ലാവരും ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അലീന എല്ലാവരെയും ആ ഒരു മുറുകിയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വളരെ സ്നേഹമായിട്ട് അലീന എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന റൂമിലേക്ക് തിരിച്ച് കയറി ചെല്ലുന്ന സമയത്ത് കിടക്കാനുള്ള തയ്യാറെടുപ്പാണ് പുള്ളിക്കാരി. അപ്പോൾ നോക്കുമ്പോൾ ഫോൺ എടുത്ത് തന്നാൽ മനുവിനെ ഒന്ന് വിളിച്ചേക്കാം എന്നിട്ട് മനുവിനെ വിളിക്കണം. മനുവാണെങ്കിൽ ആകെ നിരാശാകാമുകനായിരിക്കണം. കാരണം അലീന പോവുകയാണ് എന്നുള്ളത് അവനങ്ങോട്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അത്രയ്ക്ക് വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം അവൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചത് അലീനയാണ്. ആ ഒരു സ്നേഹം അവൻ്റെ മനസ്സിലങ്ങനെ കടന്ന് വിങ്ങുകയാണ്. കാരണം അവൾ പോവാന്ന് പറയുമ്പോൾ അവനത് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ അലീനയെ വിളിക്കുകയാണ്, മനുവേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്തായി പോയിട്ട് അങ്കിള് വന്നോ? കാരണം അങ്കിള് വന്ന് ഇവനോട് സംസാരിച്ചതൊന്നും ഇവൻ പറയുന്നില്ല അലീനോട്. അപ്പോൾ അങ്കിള് വന്ന് വയ്ക്കുമ്പോൾ വന്നു അച്ഛൻ വൈകുന്നേരം വന്നു. പിന്നെ ഞങ്ങൾ പിന്നെ വന്നപ്പോൾ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു മനുവേട്ടാ, ഒരുപാട് വാഷ് ചെയ്യാനും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരെ ഒത്തിരി വല്ലാത്ത ക്ഷീണം. അപ്പോൾ ഞാൻ കിടക്കാൻ നിൽക്കുക. അപ്പോൾ അതിന് മുന്നേ മനുവേട്ടനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒട്ടും സന്തോഷമില്ലാത്ത ഭാവമാണ് മനുവിന്. അതിൽ മനു ഇങ്ങനെ പറയും പിന്നെ എന്താണ് അലീന നിന്നെ ഇവിടുന്ന് മാറ്റുന്ന കാര്യം എന്തെങ്കിലും അങ്കിള് പറഞ്ഞോ? അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും കാര്യമായിട്ട് മനസ്സിലായില്ല. ഇവിടെ വ്യക്തമായിട്ടുള്ളൊരു സ്ഥലം ഒന്നും പറഞ്ഞില്ല. കുളത്തുപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണെന്ന് അറിയാം. അപ്പോൾ അതെവിടെയാണെന്ന് ചോദിക്കുകയാണ് മനു. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് തോന്നുന്നു, അവിടെ എവിടെയാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് നമ്പർ കൊടുത്ത് വന്നിട്ടുണ്ട് അച്ഛൻ. അവർ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം അതാ പറഞ്ഞത് അച്ഛൻ. നല്ലൊരു ഷെൽട്ടർ നോക്കി വെച്ചതല്ലേ, പിന്നെ അങ്ങോട്ട് പോകണം എന്ന് പറയാണ്. അപ്പോൾ പറയും അപ്പോൾ നീ പോവുകയാണല്ലേ വയ്ക്കുമ്പോൾ പോവാണ്ട് പറ്റില്ലല്ലോ മനുവേട്ടാ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ ഗംഗാധരനങ്കിൾ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. വല്യച്ഛൻ വന്നിട്ടുണ്ട് പറയുമ്പോൾ അങ്കിൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാലീന. അതെ വല്യച്ഛൻ ഇന്ന് വന്നു.
പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ അവിടെ പോയിരുന്നു, കൂന്നൂർ പോയിരുന്നു. അപ്പം അവിടുന്നാണ് അവിടെ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് അവിടെ പോയത്, നിന്നോട് പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് ആണ് പിന്നെ വേറെ എങ്ങോട്ടോ പോയിരിക്കുന്നത് അങ്കിൾ എന്ന് പറയുകയാണ്. അത് ശരി, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ പറയും എന്താ പെട്ടെന്ന് അങ്കിൾ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ മനുവേട്ട വയ്ക്കുമ്പോൾ. ഉണ്ട്, അത് എനിക്കറിയില്ല, ഒക്കെ വൈജാൻറ്റിയുടെ ഇതിനനുസരിച്ചായിരിക്കാം തോന്നുന്നു എന്ന് പറയും. അങ്ങനെ ഇവരുടെ രണ്ടാളുടെയും സംഭാഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയും എന്നാൽ ശരി മനുവേട്ട ഞാൻ കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട് എന്ന് പറയും. ഞാനും കിടക്കാൻ പോകാം, എന്നാൽ പോയി കിടക്ക എന്ന് പറയും. അപ്പോൾ മനു പറയാണ് നീ പോകുമ്പോൾ നമ്മളുടെ കണക്ഷൻ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോകുന്നൊരു പേടിയുണ്ട് എനിക്ക്, കാരണം നീ ഒരുപാട് ദൂരേക്കാണ് പോകുന്നത്. പിന്നെ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫോൺ വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കുകയും പറയുമൊക്കെ ചെയ്യുമോ, പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം പറയണം മനു കേട്ടോ. അപ്പോൾ പറയും ഹേയ് അതിനൊന്നും ആവശ്യമില്ല മനുവേട്ടാ ഞാൻ ദൂരേക്കെങ്ങും പോകുന്നില്ല, മനുവേട്ടൻ്റെ കൂടെ തന്നെ ഞാനുണ്ട്, ഇങ്ങനെ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയും. വിളിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, വിളിക്കാമല്ലോ, എവിടെയാണെങ്കിലും ഞാൻ മനുവേട്ടനെ വിളിക്കില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ കൂടെ തന്നെ ഇല്ലേ എന്നവളങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ വിഷമത്തോടു കൂടി തല ആട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ വയ്ക്കാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മനുവേട്ടൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവളൊരു ചെറിയ ചിരിയും നാണം കൂടെ കലർന്നൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ആ ഇഷ്ടത്തിൽ നിന്ന് വരുന്നൊരു നാണം ഒരു ചിരിയൊക്കെ ആയിട്ട്. എന്നിട്ട് അങ്ങനെ അവളവിടെ കിടക്കുകയാണ്, ഫോൺ തലണ്ണയുടെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമച്ചനങ്ങളും എറണാകുളത്ത് എവിടെയെങ്കിലും ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണമെന്ന് വയ്ക്കുമ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞേ അതൊന്നും നോക്കണ്ട, നിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളത്, അതിന് പുറത്തുനിന്ന് ആരും വരുമൊന്നും വേണ്ട, നിന്നെ എവിടെ ആക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. നിന്നെ സേഫായിട്ട് ഇങ്ങനെയും ഉള്ളൊരു സ്ഥലത്തൊന്നും നിന്നെ കൊണ്ടാക്കാൻ പറ്റില്ല, കാരണം നിന്നെ സേഫായിട്ട് തന്നെ ഒരു സ്ഥലത്ത് എത്തിക്കണം, അത് ഞാൻ ചെയ്യും, അതിനാണ് ഞാൻ ഈ ഓടുന്നത് മുഴുവൻ, അങ്ങനെ വേറെ ആളും അത് നേറ്റെടുക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, എവിടെയെങ്കിലും സമാധാനമായിട്ട് ഒരു സ്ഥലത്താക്കാന്നുള്ള ഇതിൽ തന്നെയാണ് പുള്ളിയും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ബാലേന്ദ്രൻ അതിന് സമ്മതിക്കുന്നില്ല, വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ രാത്രിയിൽ മനു ഇരുന്ന് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും കൂടി അങ്ങോട്ട് വരികയാണ്, വലിയച്ഛനും അച്ഛനും കൂടെ മനുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മനു നീ ബിസിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല വലിയച്ഛ പറഞ്ഞോളൂ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ചെയറിലിരിക്കുന്നുണ്ട്, വലിയച്ഛനും അച്ഛനും കൂടെ. അപ്പോൾ എന്താ അച്ഛാ കാര്യം എന്ന് ചോദിക്കുക, എന്താ വലിയച്ഛ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും നീ വിവരങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞു, അലീന പോകുന്നല്ലേ, പോകുന്നറിഞ്ഞു, പിന്നെ ബാലേന്ദ്രനകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയും, എവിടേക്കോ പോയിരുന്നു എന്നിട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പക്ഷേ ഇവൻ അറിഞ്ഞ കാര്യമൊന്നും ഇവരോട് പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു നീ അറിഞ്ഞോ ബാലൻ പോയ കാര്യം നീ അറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു, പക്ഷേ വലിയച്ഛൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ വലിയച്ഛ എന്ന് ചോദിക്കുകയാണ്. അത് ബാലചന്ദ്രനെ അറിയാം, കാരണം വൈജയുടെ കാര്യത്തിന് വേണ്ടി തന്നെയാവും ഞാൻ വന്നിട്ടുണ്ടാവുമെന്ന് ബാലേന്ദ്രനെ അറിയാം, എന്നാൽ അത് പറയേണ്ടിയിരുന്നില്ല എന്നറിയും. അത് സാറിന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും അത് അറിയുമല്ലോ എന്നറിയാം. അപ്പോൾ പറയും എന്താ ഇനി ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും അലീന എന്തായാലും പോയി കഴിഞ്ഞാൽ വൈജാൻറ്റീനെ ബാലചന്ദ്രനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ, ബാലേന്ദ്രൻ എന്തായാലും ആ ബോംബ് പൊട്ടിക്കും, അത് ഉറപ്പാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐജയുടെ ഗതി കൂടി അതോ ഗതി. അപ്പോൾ പറയും ബാലൻ എൻ്റെ അടുത്ത് നിന്ന് സ്റ്റാൻലിയുടെ ജോസഫിൻ്റെ ഫോൺ അഡ്രസ്സ് വാങ്ങിയിട്ടാണ് വന്നത്, പുനലൂർ പോയി എന്ന് പറഞ്ഞു, വേറൊന്നും എന്നോട് വിട്ട് പറഞ്ഞില്ല. പുനലൂർ പോയി വയ്ക്കുമ്പോൾ ആങ്കിള് വലിയച്ഛൻ ആ നമ്പറല്ലേ, പുനലൂരിലെ നമ്പറല്ലേ കൊടുത്തിരിക്കുന്നത് എന്ന് വയ്ക്കുമ്പോൾ അതെ, അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞില്ല, അത് പറഞ്ഞില്ല, പുനലൂർ പോയി എന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാം. അപ്പോൾ ശിവശങ്കരൻ പറയും നമുക്കിന്ന് അവിടെ നിന്ന് പോയാലോ ഏട്ടാ നാളെ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അമ്മാതിരി വർത്തമാനങ്ങളാണ് അയാൾ പറയേണ്ടത്, അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മാനുവടുത്ത ഒഴിക്കും അറിയും, അത് പിന്നെ 22-23 വർഷം നിങ്ങൾ ആ മനുഷ്യനെ ചീറ്റ് ചെയ്തതല്ലേ അങ്ങളെ, അപ്പോൾ അതിലും നല്ല വർത്താനം പുള്ളിക്ക് അതിലും വലിയ വർത്താനം പുള്ളിക്ക് പറയാനില്ല, അതുകൊണ്ടാണ് ഓഹോ നീയിപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തണം, അല്ലാണ്ട് പിന്നെ അയാൾ ചതിച്ചതല്ലേ വലിയച്ഛ എന്ന് പറയണം, ബാലേന്ദ്രനങ്ങൾ ചതിച്ചതല്ലേ, അതുകൊണ്ടല്ലേ ആ പുള്ളി അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, വൈജയുടെ ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ, അപ്പോൾ എന്നിട്ടോ എന്ന് ചോദിക്കുകയാണ് മാനു. ഇനിയിപ്പോൾ വൈജ അലീനെ അവിടെ പിടിച്ചു നിർത്താം,
വൈജാൻറ്റി പോട്ടെ, വേറെ ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് പോട്ടെ, അല്ലെങ്കിൽ ഒരു നാളെ അവർ ഡിവോഴ്സ് ആവും, പിന്നെയും വേറെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും കേൾക്കുന്നത് അലീന മോളാണെന്നെങ്കിൽ എപ്പോഴെങ്കിലും ഇത് അറിയാതിരിക്കുമോ? അപ്പോൾ പിന്നെ അത് അതിലേറെ വിഷമാവില്ലേ? അപ്പോൾ ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്തില്ലെങ്കിൽ ഇലയ്ക്ക് കേട് വരും, മുള്ളിന് കേട് വരും, അത് ഉറപ്പിച്ച കാര്യമാണ്. അപ്പോൾ പറയും നാളെ എന്നാൽ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അവിടെ കടപ്പാട്ടൂർ പോവുക, അവിടെ നിന്ന് പോയിട്ട് എന്താണ് അവസ്ഥ എന്നറിയാം. അപ്പോൾ മനു നീയും കൂടെ ഞങ്ങളെ കൂടെ വരുമോ? കാരണം ആ മനുഷ്യനെ ഫേസ് ചെയ്യാത്തിരി പാടുണ്ട്. അപ്പോൾ നീയും കൂടെ ഞങ്ങളെ കൂടെ വരുമോ? നീയും ബാലേന്ദ്രൻ പിന്നെ നല്ലൊരു സ്നേഹത്തിലല്ലേ ഇരിക്കുന്നത് എന്നറിയാം. ബാലേന്ദ്രൻ മനു പറഞ്ഞു ഞാൻ വരാം, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാമെന്ന് അറിയണം. അന്ന് അങ്ങനെ നാളെ നമുക്ക് പോകാമെന്ന് അറിയണേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി നമ്മളെ ഭവിത ഓടിപ്പടിച്ചിട്ട് പോവുക കോളേജിലേക്ക്. അപ്പോൾ സ്കൂട്ടറിൻ്റെ കീ ഉണ്ട് കയ്യിൽ, ഓടുന്നുണ്ട്. അപ്പോൾ ഭവിതേ എന്ന് വിളിച്ചിട്ട് അലീന പിന്നാലെ ഓടി വരുന്നുണ്ട്. അപ്പോൾ നീ ഇതെന്താ ലഞ്ച് ബോക്സ് ഒന്നും എടുക്കാണ്ട് ഓടുന്നത്? അറിയോ? ഞാൻ മറന്നു, നേരെ ഇപ്പം തന്നെ വൈകി. നീ എന്നും വൈകുമല്ലോ, എന്തിനാ ഇങ്ങനെ ഓടിപ്പിടിച്ച് പോകണേ? എന്തായാലും മെല്ലെ പോയാൽ മതി, ആരാ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം അലീന. അപ്പോൾ ആര്? പാലായിലെ പ്രധാനമന്ത്രി എന്ന് നോക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാലും മതി എന്നൊക്കെ എന്നെ തമാശയായിട്ട് പറയാൻ. അപ്പോൾ പറയും, എന്നിട്ട് തിരിച്ച് ആ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ട് ബാഗിലോട്ട് പിന്നെയും ഓടുകയാണ്. തിരിച്ചിങ്ങോട്ട് ഓടി വന്നിട്ട് അലീനയുടെ കവിള് പിടിച്ചിട്ട് ഇങ്ങനെ കവിളിലൊരു ഉമ്മ കൊടുക്കുക. ഉമ്മ കൊടുക്കുന്ന സമയത്ത് അലീനനെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. എന്താടി ഇത് അറിയില്ലേ എന്നിരിക്കും. ഇല്ല മനസ്സിലായില്ല എന്ന് പറയും. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ഓടിപ്പോയി സ്കൂട്ടർ എടുത്തിട്ട് പോകുമ്പോഴേക്കും പിന്നെ ഇവിടുന്ന് കൈതക്കൽ മാളിക വിട്ടുനിന്ന് അവർ 3 പേരും കൂടെ ഇങ്ങോട്ട് വരിക കാറിൽ. അപ്പോൾ നമ്മുടെ ഭവിത അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സ്കൂട്ടർ അവിടെ നിർത്തുക. അപ്പോൾ ഹായ് മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. ഹായ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് 2 അങ്കിൾമാർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് പുള്ളി കാറ് പോവാൻ കോളേജ് ഇപ്പം തന്നെ വൈകി പോട്ടെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ സ്കൂട്ടർ എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഈ കാറ് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അലീന അമർത്തന്നെ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മനുവിനെ കാണുമ്പോൾ അറിയില്ല, കണ്ണിലൊരു തിളക്കമൊക്കെയാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇവർ രണ്ടുപേരും ശിവശങ്കരനും ബാലേന്ദ്രനും ഗംഗേട്ടനൊക്കെ കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് അടുത്തേക്ക് വരുന്നുണ്ട് നമ്മളുടെ മാലി. ഇതെന്താ അങ്കിൾ എന്തായാലും സർപ്രൈസായിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഇവർക്കൊക്കെ പിന്നെ ഇവളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ പറയാം മോളെ എന്ന് പറയുന്നുണ്ട് ഗംഗേട്ടൻ. അതിലറിയാം ബാലേന്ദ്രൻ ഇല്ലേ, അച്ഛൻ മുകളിലുണ്ട് അങ്കിളെ എന്നറിയാം. അങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ മനു കയറി വരും. അപ്പോൾ മനു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മറ്റു 2 പേരും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരായിട്ടുള്ള സംഭാഷണങ്ങളാണ് നാളത്തെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മനു സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അലീനയോട്, എന്നെ ആരോ വഴിക്ക് നിർത്തി പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നതെന്ന് ഭയങ്കര സങ്കടപ്പെട്ട് നമ്മളെ മനു അലീനോട് പറയുന്നുണ്ട് കേട്ടോ. അത് നാളത്തെ എപ്പിസോഡാണ്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് ഇന്നത്തെ എപ്പിസോഡ് കാണുക. ഇന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളെ രോഹിത്തും ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്, അലീന ചേച്ചീനെ അച്ഛൻ എങ്ങോട്ടാണ് മാറ്റുന്നത്, സേഫായ സ്ഥലത്തേക്കാണോ മാറ്റുന്നത് എന്ന് നമ്മുടെ രോഹിത്തും ബാലേന്ദ്രനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ്.